ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെ ഉള്ളതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പൈലോ മറ്റ് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ് ആയിരിക്കാം, നിങ്ങൾക്ക് വരുന്ന നന്മകളായിരിക്കാം, നിങ്ങൾക്ക് വരുന്ന സർപ്രൈസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊളിക്കത്തില്ല. ബട്ട് നിങ്ങളുടെ വരുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഡിസംബർ മാസം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ജനറൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾ കൂടുതലും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുക. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ എനർജി, ഇതൊക്കെ നിങ്ങൾ സേവ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ പല ക്ലാസ്സുകളായിരിക്കണം, അല്ലെങ്കിൽ പുതിയൊരു തീരുമാനം എടുക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം വേണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാണ്. റിട്ടേൺ റിയാക്ട്, ഡിസംബർ മാസം എന്ന് പറയുന്നത് ബോഡി റിയാക്ട് ചെയ്യും. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി സ്പോട്ടിന് റിയാക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യും, സ്പോട്ടിന് റിയാക്ട് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊരു അസുഖം വരാൻ പോകുന്നു, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോഡി റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. സോ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ആഹാര രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രിപ്പയർ ചെയ്യും. അതുമാത്രമല്ല, ചില രീതിക്കുള്ള ഇരുത്തങ്ങൾ, ചില രീതിക്കുള്ള കിടത്തങ്ങൾ, ചില രീതിക്കുള്ള പൊസിഷൻസ്, ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ടും ബാധിക്കുന്നതായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ എനർജി ഡ്രൈൻ ആവുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിൽക്കേണ്ടാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ എടുത്തു കളയുന്നവരായിരിക്കാം. ചില ആൾക്കാരെ സംബന്ധിച്ച് ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം, ചില ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, ചില ആൾക്കാരെ സംബന്ധിച്ച് മനസ്സമാധാനം ഇല്ലാത്തതായിരിക്കാം. അങ്ങനെ ഒരു തിങ്കിങ്ങിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബാഡ് ആൻഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ നിങ്ങൾ ആഹാര രീതിയൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം കണ്ണേറ് കിട്ടിയതായിരിക്കാം, കമ്പയർ കിട്ടിയത്, അതൊക്കെ ഈ സമയത്ത് മാറിപ്പോകുന്നതായിട്ടും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ കാമായിട്ട് ക്വയറ്റായിട്ട് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പോകേണ്ട ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ ഡ്രസ്സിങ് രീതിയിൽ വരെ ഇത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതുമാത്രമല്ല, ഫാറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ പോകുന്നു. കൂടുതലും നിങ്ങളെ ബ്യൂട്ടിയിലോട്ടൊക്കെ കോൺഷ്യസ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആരോഗ്യത്തിൽ, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ചില ആൾക്കാരെ സംബന്ധിച്ച് എക്സസൈസ്, പല രീതിക്കുള്ള എക്സസൈസിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ആരോഗ്യം കൂടുതലും ഈ സമയത്ത് ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡിസംബർ മാസം. സോ നിങ്ങളൊരു പ്രത്യേക ലൂപ്പിലായിട്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റും. ആരോഗ്യം കുറച്ച് സൂക്ഷിക്കണം ഉള്ളതും കാണാൻ പറ്റും. കാരണം ഇവിടെ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പും കാര്യമൊക്കെ ആയിരിക്കാം. ബട്ട് നിങ്ങൾക്കൊരു പ്രത്യേക എനർജി, നിങ്ങൾ കൂടുതലും നിങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പോകേണ്ട ഒരു സമയം കൂടിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഉയർത്തെണീപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഉയർത്തെണീപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ചില സമയത്ത് ഭയങ്കര ശോകം പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്തിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. എന്തൊക്കെയോ എൻഡായി നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും. ചില ആൾക്കാർ എൻഡ് ആക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ എന്തിൻ്റെയൊക്കെ ഒരു തുടക്കം, എന്തിൻ്റെയൊക്കെ ഒരു പുതിയൊരു ജേണി നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ തുടങ്ങേണ്ട ഒരു സമയം, അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ ട്രെയിലർ വരുന്നൊരു സമയമായിട്ടാണ് ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഈ സമയം നിങ്ങൾ ഭയങ്കരമായിട്ടും വേദനിച്ച അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കിട്ടാൻ പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ
നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിച്ച, നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള റിസൾട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ സ്റ്റേബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ മെരിറ്റും നിങ്ങളുടെ ഡീമെരിറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഈ സമയം യൂണിവേഴ്സലായിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്, പുതിയൊരു ജേണി തരുന്നുണ്ട്, എന്തോ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, ഒരു ആത്മവിശ്വാസം വരുന്ന ഒരു സമയമായിട്ടാണ് കറക്റ്റ് പറയുന്നത്. യെസ്, ഒരു ആത്മവിശ്വാസം. നിങ്ങളുടെ ലൈഫിൽ എന്തോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ പെയിനായി, ബട്ട് ഈ ഒരു സമയം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ആത്മവിശ്വാസം കിട്ടുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആരിൽ നിന്നുമൊക്കെയോ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ആരിൽ നിന്നുമൊക്കെയോ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കരുത്. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങളുടെ പ്രസൻറ്റ് എന്താണോ പ്രസൻറ്റിൽ മാത്രം ജീവിക്കുക. സോ എനിക്കത് മാത്രമേ നിങ്ങളടുത്ത് പറയാനുള്ളൂ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉയർച്ചയിലോട്ട് എത്തിപ്പെടുന്നൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ ഒരു ടൈം എൻഡായിട്ട് പുതിയൊരു സമയത്തിലോട്ട് കയറുന്ന ഒരു ട്രാൻസ്ഫർമേഷനായി. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചു, ചില സിറ്റുവേഷൻസ് തരണം ചെയ്ത് വന്നു, നിങ്ങളുടെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് എത്താനുള്ള സമയമായി. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ അടുത്ത സ്റ്റേജിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും അവിടെ എന്താണെന്ന് നിങ്ങൾ സ്റ്റക്കാണ്. സോ സ്റ്റക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാവുന്നുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്തത് മുന്നോട്ട് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ടൊരു ഗൈഡൻസ് തരാൻ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടാൻ പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ. നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങളൊരു ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലായിട്ട് നിങ്ങൾ ഉണർത്തിയെടുത്ത് മുന്നോട്ട് താങ്ങിക്കൊണ്ട് പോകുന്നതായിട്ടും കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളും ആയിട്ടും നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നത്, നിങ്ങൾ അതിലോട്ട് പുഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വന്ന് നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളും സിറ്റുവേഷൻസും അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റഡ് ആക്കപ്പെടുന്നുണ്ട്. സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക. നിങ്ങളുടെ അടുത്തൊരു ടൈമിലോട്ട് കടക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അപ്പം പുതിയ കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പം ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരു തിരക്ക് പിടിച്ച സമയമാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് നിൽക്കുക, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ചില ആൾക്കാരെ ലൈഫിലോട്ട് വന്ന് നമ്മളെ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് വരാൻ പറ്റുന്നു. പുതിയ ഐഡിയാസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉറക്കത്തിലെ ഇൻഡ്യൂഷനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ത്യജിക്കുക. സോ ഈ സമയത്ത് കിട്ടുന്ന ഐഡിയാസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ ഡാർക്ക് ഉണ്ടാവും, വൈറ്റും ഉണ്ടാവും. സോ അതിനെക്കുറിച്ചൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഉയരേണ്ട സമയത്ത് ഉയരും. നിങ്ങളുടെ ഒരു ഡൗൺ ഫെയിലിയർ സമയം എന്തായാലും പലർക്കും ഉണ്ടാവുമല്ലോ. കാരണം ഡൗൺ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പിന്നെയും നമ്മൾ ആ ഡൗൺ ഫെയിലിയറിൽ പോകരുത് എന്ന് ഡിവൈൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സോ ചില ലൂപ്പുകളിൽ നിന്നും എൻഡ് ആവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ചില ആൾക്കാർക്ക് ഉന്നത പഠനം, ഉന്നതമായിട്ടുള്ള വിജയം, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഹൈ എനർജി കിട്ടുന്നു. അത് സോ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ എനർജിയിലോട്ട് ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സലായിട്ട് നിങ്ങൾ അതിലോട്ട് ട്രാൻസ്ഫർമേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല സുഖങ്ങളും ഉണ്ടായിരിക്കും, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളുണ്ടാവും, പല സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൂപ്പ് തന്നെ പിന്നെയും ക്രിയേറ്റഡ് ആവത്തില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വന്ന് കഴിഞ്ഞ് പോയെന്നുണ്ടെങ്കിൽ ആ പാഠം തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പാണ് വന്ന് ഒരു പാഠം പഠിപ്പിച്ചിട്ട് പോയി, അതേ പാഠം സെയിം തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ ലൈഫിൽ പഠിപ്പിക്കത്തില്ല. അനദർ പാഠമായിരിക്കും, അനദർ വ്യക്തിയായിരിക്കും, അനദർ സിറ്റുവേഷൻസ് ആയിരിക്കും, അനദർ കാര്യങ്ങളായിരിക്കും. സോ ബെറ്റർ ആയിട്ടേ വരുള്ളൂ. അതായത് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, ഒരു റിലേഷനിൽ നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി വന്നു, ഭയങ്കര ഒരു 10 വർഷത്തെ പ്രണയമായിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വ്യക്തി വന്നു, 1 വർഷത്തെ പ്രണയമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ 1 വർഷത്തെ പ്രണയമായിരിക്കും ഏറ്റവും വലുത്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും എനിക്ക് ഇതാണ് വലുത്. സോ ഇതല്ല. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് 1 ദിവസത്തെ പ്രണയമായിരിക്കും. അത് നിങ്ങളെ ചങ്ക് കാർന്നെടുത്തുകൊണ്ട് പോകുന്ന പ്രണയമായിരിക്കും. സോ അപ്പം നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ബെറ്റർ. നമുക്ക് വന്നു പോയതും ഒന്നും നമ്മളെ സംബന്ധിച്ച് ബെറ്റർ അല്ല. അതൊന്നും അല്ല നമുക്ക് ശാശ്വതം. നമുക്ക്
വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ബെറ്റർ. സോ നമ്മൾ ഇപ്പം എന്താണോ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മാക്സിമം നമുക്ക് ഇരിക്കാൻ വേണ്ടി നോക്കാം. ഇപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടിയറോ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെൻ്റെ അടുത്ത് കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ രക്ഷപ്പെടത്തില്ല. പക്ഷേ അവരുടെ നെറ്റിയിൽ എഴുതി ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത്. ഞാൻ എഴുതി സീരിയസ്ലി, നിങ്ങൾക്ക് ആ ആൾക്കാർ വേണമെങ്കിൽ വന്ന് കമൻ്റ് ഇടാം നിങ്ങൾക്ക്. സീരിയസ്ലി അത് എൻ്റെ കോൺഫിഡൻസ് അല്ല. എനിക്കൊരാൾ വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആൾ രക്ഷപ്പെടോ ഇല്ലേ. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ എൻ്റെ ഏജൊന്നുമല്ല, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സോളിൻ്റെ കഴിവാണ്. എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ആ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്ന എൻ്റെ സോള്, അത് എത്ര ഏജാണോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും എനിക്കറിയത്തില്ല. ബട്ട് എൻ്റെ സോളിനത് പക്കയായിട്ട് അറിയാൻ പറ്റും, എൻ്റെ സോളിനത് അറിയാൻ പറ്റും. അതായത് അപ്പം എന്താ പറയുക, നിങ്ങൾ ടൈം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, പലർക്കും ആ ഒരു ടൈം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എത്ര താഴ്ചയിൽ കിടന്നാലും, നിങ്ങൾ എത്ര ഡൗണിൽ കൊണ്ട് കിടന്നിക്കാലും അത് ചെയ്യിപ്പിക്കാനുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട്. ഈവൻ ഞാൻ പറയാമല്ലോ, ഒരു എന്താണ്, പൂച്ചയായിട്ടും പാമ്പായിട്ടും പല്ലിയായിട്ടും വരെ ചില അനുഗ്രഹങ്ങൾ വരും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഇത്രത്തോളം പാമ്പായിട്ടും വരെ അനുഗ്രഹങ്ങൾ വരും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാകും എന്ന് എനിക്കറിയുന്നില്ല. സോ ഇതൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണേ. അതാണ്, അതൊരു നിയമമാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കൃഷിക്കാരനാണ് നിങ്ങൾ. ആ കൃഷിക്കാരന് ഒരു പുരയിടം കൊടുത്തു. ആളവിടെ കുറേ അധികം കാര്യങ്ങൾ നട്ടുപിടിപ്പിച്ചു, ആൾ വിളവെടുത്തു, കുറേയൊക്കെ ആൾക്കാർ കൊണ്ടുപോയി, കുറേയൊക്കെ പന്നിയും കാര്യങ്ങളും അങ്ങനത്തുള്ള സംഭവങ്ങൾ വന്നിട്ട് കൊണ്ടുപോയി. പക്ഷേ നിങ്ങൾക്ക് വിളവെടുത്ത് നിങ്ങൾക്ക് അത് വിറ്റപ്പോൾ നിങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ളൊരു സംഭവം കിട്ടി. പക്ഷേ ആ വിളവെല്ലാം കഴിഞ്ഞു, ആ വിളവിൻ്റെ സീസൺ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വിളവിൻ്റെ സീസണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തരിശുഭൂമിയാണ്. ഇനി അവിടെ അടുത്ത വിളവിറക്കേണ്ട സമയമാണ്. അടുത്ത വിളവ് നിങ്ങളവിടെ എന്താണ് ഇറക്കാനുള്ള? മരിച്ചീനി തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റും. കാരണം മാസം മാറി, വർഷം മാറി, സിറ്റുവേഷൻസ് മാറി, കാലാവസ്ഥ മാറി. അവിടെ കൊണ്ടുപോയി നിങ്ങൾ അത് തന്നെ വെച്ചിട്ട് കാര്യമില്ല. അടുത്തത് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സമയവും സിറ്റുവേഷൻസും മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളും എല്ലാ സിറ്റുവേഷൻസും മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയൊരു ബാഗ് കിട്ടുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഒരു ക്യാരക്ടർ കിട്ടണം, അല്ലെങ്കിൽ പുതിയൊരു എനർജി കിട്ടുകയാണ്. അടുത്ത ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന അടുത്ത എനർജിയാണ്. ഈ എനർജി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. സോ ഇത് കഴിഞ്ഞു. നിങ്ങളുടെ 10ാം ക്ലാസ്സിലും 20 വയസ്സായപ്പോഴുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? പണ്ട് നിങ്ങൾ ഭയങ്കര അലമ്പായിരിക്കും, പക്ഷേ ഇപ്പം നിങ്ങൾ ആ അലമ്പം കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? ചിന്തകൾ മാറി, ടൈം മാറി, സമയം മാറി, സിറ്റുവേഷൻസ് മാറി, ഏജ് കൂടി. ഇതൊക്കെ മാറുന്ന സമയത്ത് നമ്മളുടെ മെച്യൂരിറ്റി, നമ്മളുടെ എല്ലാം മാറും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അങ്ങനെ മാറും. അത് ചിന്തകളും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും കാര്യങ്ങളെല്ലാം മാറുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം ഞാൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ആൾക്കാർ റിട്ടേൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. ചില തീരുമാനങ്ങളും കാര്യങ്ങളും എടുത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി നിൽക്കും. കാരണം സമയം സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ദൈവമായാൽ പോലും, അല്ലെങ്കിൽ ദൈവപുത്രനായി കഴിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് സമയത്തിനനുസരിച്ച് മാറും. അപ്പം ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, നിങ്ങൾക്ക് ഡിസിഷൻ ചെയ്യാം. മുന്നേ ഉള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ട് വേണം ഈ സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ചില ആൾക്കാർ ലൈഫിലോട്ട് കടന്നു വരും എന്നുള്ളത് ഞാൻ പറയുന്നു. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങനത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി, നിങ്ങൾക്കിപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങനത്തുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. കഴിഞ്ഞ പാഠം തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റപ്പെടൽ ഭയങ്കര, അത് ഇവിടെ കാണിക്കുന്ന, സോറി ഈ കാർഡ് പിന്നെ റിട്ടേൺ എൻ്റെ കൈ വന്നു കേട്ടോ. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്ത കർമ്മയ്ക്ക്, നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തിരിച്ച് നല്ല കാര്യങ്ങൾ കിട്ടുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിട്ട്, അതായത് കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങളടുത്ത് ചെയ്ത വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ക്ഷമിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ചൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടാൻ പോവാം. നിങ്ങൾ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആരൊക്കെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആ വ്യക്തിക്ക് തിരിച്ചൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിട്ട് തിരിച്ചു വരാൻ പോവാം. നിങ്ങളപ്പോൾ ഭയങ്കരമായിട്ട് ഒരാൾ ഉപദ്രവിച്ച് നിങ്ങൾക്ക്
നിങ്ങൾ ആ വ്യക്തിനെ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് വേറൊരാൾ മുഖേന നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കാൻ പോവുക. അതെന്താണോ അതിൻ്റെ 100 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ പോവാം. സോ അത് ഭയങ്കര കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ എന്ത് നേടിക്കഴിഞ്ഞാലും നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുന്നത്, മാനസികാവസ്ഥ ഒറ്റപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു ചിന്താഗതി, ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ ഇരിക്കും എന്ന് പറയുന്നത്, അത് ഭയങ്കര ലോൺലെസ് ആണ്. അത് യെസ്, ലോൺലെസ് എന്ന് പറയുന്നത് ഒറ്റപ്പെടുക എന്നാണ് കറക്റ്റ്. ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച്, ഒരുപാട് രാജ്യങ്ങൾ കണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു, സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഓക്കെയാണ്. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ ഒരാളില്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അത്രയും നാൾ കണ്ട ആൾക്കാർ നമ്മുടെ ലൈഫിലില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർ, അതൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷമം ഞങ്ങൾക്ക് ഈ സമയത്ത് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ സീരിയസ്ലി പറയുന്നു, ഞാനിത് പറഞ്ഞ് അങ്ങനെ ആക്കുന്നതല്ല. ചില ആൾക്കാർ പറയും ഇത് മെൻ്റലിസന്മാരെ കണക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് കണക്കാണെന്ന്. എടാ, ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഞാൻ പറയണം നിനക്ക് മരണമില്ലെന്ന് ഞാൻ പറയണം. നീ മരിക്കാണ്ടിരിക്കുമോ? ചുമ്മാ അതൊന്നുമല്ല. നിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ദൈവവും അല്ല, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ചെകുത്താനും നിൻ്റെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് പറഞ്ഞാലും വിശ്വസിപ്പിക്കാൻ പറ്റും, കോൺഷ്യസ് മൈൻഡിനെ എന്ത് പറഞ്ഞാലും വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇതാണ് ചില സത്യങ്ങളും. വിധി അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അല്ലാണ്ട് നമുക്ക് പറ്റിച്ച് അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ എനർജി ബേസിലുള്ള ഡിവൈൻ സംഭവങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിക്കാന്നുള്ളവർ മാത്രം വിശ്വസിക്കുക. വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പായിട്ട് പോയിക്കോ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ദൈവ തീരുമാനം അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങളും നടക്കും. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നടക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ട്. ചില ആൾക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, ലൈഫിൽ അത്ര നാളുണ്ടായിട്ട് എനിക്ക് കെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചില വേദന, ചില ആൾക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ പെയിനൊക്കെ ഈ സമയത്ത്, അല്ലെങ്കിൽ നഷ്ടബോധം ഭയങ്കരമായിട്ട് വരുന്നൊരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പണ്ട് നഷ്ടപ്പെട്ടതായിരിക്കും അച്ഛനും അമ്മയും, അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നൊരു സമയമാണ് ഈ സമയം. ഡിസംബർ മാസം എന്ന് പറയുന്നത് ഭയങ്കര ഫീലിംഗ് സമയമാണ്. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളുമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതായത് മന്ത് എൻഡാണ്, അതായത് ഇയർ എൻഡാണ്. ഇയർ എൻഡ് അടുത്ത പുതിയ ന്യൂ ബിഗിനിങ്സ് തുടങ്ങാൻ നിൽക്കുന്ന സമയമാണ്. എല്ലാം കൂടി ആയിരിക്കും വരുന്നത്. അത്രയും ഫീലിങ്സ് നമുക്ക് ഡിസംബർ മാസം തരും. അതായത് നിങ്ങളെല്ലാം പാട്ടൊക്കെ ഇട്ടില്ല, ഐ ലവ് യു ഡിസംബർ എന്ന്. അത് സീരിയസ്ലി ഡിസംബർ മാസത്തിന് ഭയങ്കര ഭംഗിയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയും ഹ്യൂമനുമായിട്ടും എനർജി ആയിട്ടൊക്കെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ്. നമ്മൾ എന്താഗ്രഹിച്ചാൽ കിട്ടും. മാനിഫെസ്റ്റേഷൻ, നമ്മുടെ എനർജി, നമ്മുടെ എന്തും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിലുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മന്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സും നമുക്ക് സന്തോഷമൊക്കെ തരുന്ന ഒരു സമയമാണ്. സോ ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട ഫീല് തോന്നാൻ ചാൻസസ് ഉണ്ട്. അത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം ഈ ഒരു വാക്ക് ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ചില ഒറ്റപ്പെടലുകൾ, ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ഞാൻ വേറൊന്നുമില്ല, ചില ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരെയല്ലേ. സോ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒറ്റപ്പെടുന്നുണ്ടോ, എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, അത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് നേടിയിട്ടും ചില സംഭവം അത് എനിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമോ നോക്കുന്ന സമയത്ത് എൻ്റെ പണ്ടത്തെ സമയം ഇതാക്കിയതായിരിക്കാം, പിള്ളേർ കോളേജിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ആ ഒരു ഫീലിങ്സ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഡീപ്പിലുള്ള നിങ്ങളങ്ങ് കുത്തിമറിച്ചുള്ള സംഭവമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസസ് ഉണ്ട് ചെറുതായിട്ട്. സോ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ആരെന്ത് കാണിച്ചു കുട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങളൊരു ടൈമിൽ കാണിച്ചതിൻ്റെ അത്രയൊന്നും വേറൊരു ആളും കാണിച്ചിട്ടില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ അത്രയൊന്നും ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട്. ആരില്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഇപ്പം ക്രിസ്മസിന് അത്രയും പേര് പള്ളിയിലും കാര്യങ്ങളും വെച്ച് ഇതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചിന്തിക്കാനുള്ള കാര്യം, അവിടെ ആയിരിക്കത്തില്ല ദൈവം ഇരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിലായിരിക്കും ചിലപ്പം ദൈവം വന്നിരിക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും പള്ളിയിൽ അവിടെയൊക്കെ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം മൂലമോ എന്തെങ്കിലും സിറ്റുവേഷൻ മൂലമോ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കൂടെ ആയിരിക്കും ദൈവം വരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ക്രിസ്മസ് പാപ്പേനെ കാണാൻ വേണ്ടി നിൽക്കുന്ന അടുത്തൊന്നും ക്രിസ്മസ് പാപ്പ പോകത്തില്ല, അവിടെ എനർജി മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളുടെ അടുത്തായിരിക്കും ക്രിസ്മസ് പാപ്പ വരുന്നത്. ഓക്കെ, അത് അപ്പം അങ്ങനെയൊക്കെയാണ്. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയെന്നുള്ള ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയി. യെസ്, നിങ്ങൾക്ക് എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം. നിങ്ങൾക്ക്
പ്രണയം ആഗ്രഹിച്ചിട്ട് അത് പിടിച്ച് വാങ്ങാൻ പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. എനിക്കത് വേണം, എനിക്ക് എന്നും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടയേർഡായി. ലാസ്റ്റ് നിങ്ങൾ വിചാരിച്ച് വേണ്ട, അത് കൊണ്ടുപോട്ടെ, ആ ചെറുക്കൻ ആ പെണ്ണെ കൊണ്ടുപോട്ടെ, എനിക്ക് ആ പ്രണയം വേണ്ട, അല്ലെങ്കിൽ ആ സമയം വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ആ മനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഒരുപാട് ആൾക്കാർ ഇനി പ്രണയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് പ്രണയം അങ്ങനെയൊക്കെ നിങ്ങൾ പറയും കേട്ടോ. ഈ സമയം ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പറയും. എന്താണ്, കാരണം കൂടുതലും നിങ്ങളുടെ എനർജി നിങ്ങളോട്ട് കൂടുതൽ നിൽക്കുന്ന സമയം, ഈ സമയം നിങ്ങൾക്ക് മനസ്സിൻ്റെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കൂടുതലും യൂണിവേഴ്സലായിട്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ തരുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാണ്ടിരിക്കുക, കൂടുതലും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പണ്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒട്ടും എഫേർട്ട് എടുക്കണ്ട. അതായത് പണ്ട് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അമ്മച്ചിമാരും അല്ലെങ്കിൽ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കും. പണ്ട് നിങ്ങൾ ഒരു കഞ്ഞി ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ചോറൊക്കെ ഉണ്ടാക്കാനും അതിന് നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ കോൺസെൻട്രേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ ഒന്ന് ഉണ്ടാക്കിയിട്ട് പോകും, അതിനേക്കാളും ടേസ്റ്റും ആയിരിക്കും. കാരണം എക്സ്പീരിയൻസ് ബ്രീഫ് കണ്ടന്റ് എന്നാണ്. അപ്പം ഇനി നിങ്ങൾ എത്തിപ്പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അടുക്കളയിൽ മാത്രം ഒതുങ്ങി കിടക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സോൾ എന്താണ്, സോളിന് പ്രായമാവത്തില്ല. നിങ്ങൾക്ക് പ്രായമായില്ല, സോളിന് പ്രായത്തില്ല. സോളിന് പ്രായമായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന് പ്രായമായില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമാവത്തില്ല. എപ്പോഴും നിങ്ങൾക്ക് യങ്ങായിട്ടിരിക്കും. സോ അതൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ, നിങ്ങളുടെ അരികൾ എന്താ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ആ ലക്ഷ്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുക, ഓടി അത് പിടിക്കാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു സമയമാകുമ്പോഴത്തേക്കും ആ ആഗ്രഹം തന്നെ അവിടെ അങ്ങ് വീണോളൂ. കാരണം ആ ആഗ്രഹം വേറെ ആർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്കുള്ളതാണ്, സ്വന്തമായിട്ടുള്ളൂ. നിങ്ങൾക്ക് പിന്നീട് പോയെങ്കിൽ എടുക്കാം എപ്പോഴായാലും. സോ കഷ്ടപ്പെടുക. ഇവിടെ കാണാൻ പറ്റുന്നത് ഫിനാൻസ്, ചില നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം വരും കേട്ടോ. അതൊന്നും നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാത്തിലും നെഗറ്റീവ്സ് ഉണ്ടല്ലോ. ഫിനാൻസ് നോക്കാം നമുക്ക്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ വന്ന കാർഡിന് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനം എടുക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പുതിയ ജേണിയിലോട്ട് കയറുന്നുണ്ട്, പുതിയ ജോബിലോട്ട് കയറുന്നുണ്ട്, പുതിയ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, പുതിയ ജോലി സ്ഥലത്തോട്ടൊക്കെ മാറുന്നുണ്ട്, അങ്ങനെ പുതിയ ഇംപ്ലിമെൻ്റ് ഉണ്ടാവുന്നുണ്ട്, പുതിയ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലോട്ട്, അതായത് എന്താ പറയുക, ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്, പുതിയ സ്റ്റാഫുകളൊക്കെ നിങ്ങളെ സ്ഥലത്തോട്ട് വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മാത്രമായിരിക്കും സമയത്ത് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്. ഫിനാൻഷ്യലി ചില ആൾക്കാരെ സംബന്ധിച്ച് ഫിനാൻസാണ് എനിക്കിവിടെ ഇങ്ങനെ വന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. ചില നോക്കട്ടെ, ഓക്കെ, ചില ആൾക്കാരെ സംബന്ധിച്ച് പുറത്തോട്ട് പോകാനോ വിദേശത്തോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വിദേശത്തോട്ട് പോകുന്നുണ്ട്. വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ജോലി ഒരു മാറ്റം കിട്ടുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അനദർ കൺട്രീസിലോട്ട് പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ ഡിസംബർ മാസം മാത്രമല്ല നടക്കുന്നത്. ഡിസംബർ തൊട്ട് ജനുവരി ആ ഒരു അടുത്ത ഇതിലോട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാൻ അടുത്ത വർഷത്തെ ഇതുമായിട്ട് ഞാൻ വരുന്നുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. സോ ഓക്കെ, നമുക്ക് ഫിനാൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിൽ വെച്ച് പറ്റത്തില്ല. ഫിനാൻഷ്യലി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏഞ്ചൽ കാർഡ് നമുക്ക് നോക്കാമേ. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ഫിനാൻഷ്യലി കുറച്ച് അൺലേക്കലി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഞാനത് കാർഡ് നോക്കിയായിരുന്നു. കുറച്ച് മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫിനാൻസ് അറിയാണ്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഫിനാൻസ് ഒരുപാട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പണ്ടത്തെ കണക്ക് ഫിനാൻസ് വരുന്നില്ല. ആഗ്രഹിച്ച പോലത്തുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗണിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പിഴവുകേടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചോ, കണ്ണേറോ കമ്പയറോ ദൃഷ്ടിദോഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. കാരണം ഇപ്പം ഞാനിപ്പോൾ റീഡിങ് എടുക്കുന്നത് എൻ്റെ റീഡിങ്ങിനാണ് പ്രോബ്ലം ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം ഒന്നുണ്ടെങ്കിൽ, ഇതാണ് തകരാറ് പറ്റിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. എനിക്കാണ് തകരാറുണ്ടാവണമെങ്കിലോ അപ്പം ഞാൻ ചിന്തിക്കാനുള്ള എൻ്റെ ബിസിനസ്സിനല്ല പ്രശ്നം വന്നത്, എനിക്കാണ് പ്രശ്നം വന്നത്. എൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ ബിസിനസ് തകരാറായി. അപ്പോൾ ആരും എനിക്ക് കണ്ണുവിട്ടേക്കുന്നത് കണ്ണേർ വിട്ടേക്കണം, കമ്പയർ വിട്ടേക്കണം, അങ്ങനെ. അപ്പം നമ്മളത് എനർജി ഇതാക്കി കൊണ്ടുവരാൻ നോക്കണം. അവിടെ നിങ്ങളുടെ ബിസിനസ്സിന് ആയിരിക്കത്തില്ല പ്രോബ്ലം വരുന്നത്, നിങ്ങൾക്കായിരിക്കും പ്രോബ്ലം വരുന്നത്. പിന്നെ എല്ലാം കൺഫ്യൂഷനാവും. അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്തൊന്നും പറയാനൊന്നും ഇരിക്കാൻ വേണ്ടി നോക്കുക. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് ഫിനാൻസും കാര്യങ്ങൾ റെഡി ആകുമോ, വെയിറ്റ് ചെയ്യേണ്ടതിന് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളുണ്ട്, സക്സസ്സിലുണ്ട്. നിങ്ങൾക്കൊരു വിശ്വാസം വേണം, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. ജോലി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് എത്തണം എന്ന് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ വിശ്വാസം പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും, ട്രസ്റ്റ് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ട്രസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് വരുത്തണം. ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വന്ന് ഭയങ്കരമായിട്ടും ഇതൊക്കെ ചെയ്യും. ബട്ട് അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദ ഹോൾ യൂണിവേഴ്സും ഏഞ്ചൽസും നിങ്ങളെ കൂടെ ഉണ്ട്. ഏഞ്ചൽസിനെയൊക്കെ നിങ്ങൾക്ക് വിളിക്കാം, നോ നീഡ് ടു വറിയാ കാണിക്കുന്നത്. ഏഞ്ചൽ കാർഡിന് ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഈ സമയം നിങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ആരോഗ്യ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും പിരിഞ്ഞു പോയ ആൾക്കാരാണെങ്കിലും അതല്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥന കിട്ടുന്നുണ്ട് ഈ സമയത്ത്. ആരുടെയൊക്കെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ സമയത്ത്. കാരണം അവരുടെയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സമയത്ത് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് അനുഗ്രഹം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി. അതുമാത്രമല്ല നിങ്ങളുടെ ഇത്രയും വർഷം, ഈ ഒരു വർഷം നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നത് അവരുടെ അടുത്തൊക്കെ നിങ്ങൾ ഈ സമയം നന്ദി പറയേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വർഷം നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരും അവിടുത്തെ നിങ്ങൾ നന്ദി പറയേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജെന്യുവിനായിട്ട് നിൽക്കുക. ഒരുപാട് സക്സസ് വരേണ്ട സമയമാണ്. കീപ് കാമായിട്ട് നിന്നിട്ട് ലോ ആയിട്ട് നിന്ന് നമ്മുടെ എനർജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട്. സീരീസിൽ ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട്. അബണ്ടൻസ് മാത്രമല്ല, ആൾക്കാർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് റെഡി ആവുക എന്നുള്ളത് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്ന സിറ്റുവേഷൻസിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് ഇനി ഞാൻ പറയാൻ പോണ വേറെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഒരുപാട് നിങ്ങൾക്കപ്പം നിങ്ങൾ കൂടുതലും ഇത് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ ഇതെന്ന് പറയുന്നത് ഇത് ഒറിജിനൽ സ്റ്റോൺസ് ആണ്. ഒറിജിനൽ കല്ലാണ്. ഇത് ലാവ. ഇതിങ്ങനെ ഓരോന്നും ഓരോ കഴിവും കാര്യങ്ങളും ഉള്ള ഒറിജിനൽ സ്റ്റോണാണ്. നിങ്ങൾക്കിത് ഞാൻ പൈസക്കല്ല തരുന്നത്, നിങ്ങൾക്ക് ഞാനിത് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാനിത് ജസ്റ്റ് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തിരഞ്ഞെടുക്കുന്ന 1 2 3 4 5 6 7 8 ഉണ്ട്. ഈ 8 എണ്ണം, സോറി ഏട്ടാ, 8 എണ്ണം അല്ല, 9 ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്. ഇതും കൂടെ ഉണ്ട്. 9 എണ്ണം ഉണ്ട്. ഈ 9 എണ്ണം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇനി നിങ്ങൾക്ക് എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വല്ല കണ്ണിറ, കമ്പര, ദൃഷ്ടിദോഷമോ ആരോഗ്യ പ്രശ്നമോ മോശമോ അങ്ങനത്തെ എന്തെങ്കിലും കോൺസെൻട്രേഷനോ എല്ലാം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കല്ലുകളാണ്. ഇത് പക്ക കല്ലാണ്, സ്റ്റോണാണ്. ഞാൻ നിങ്ങളെ പറ്റിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യുന്നല്ല. അത് ഒറിജിനൽ സ്റ്റോണാണ്. ഞാൻ വേണമെങ്കിൽ ഇത് ഉരച്ച് കാണിച്ചു തരാം നിങ്ങൾ. കണ്ട, കല്ലാണ്, കല്ല്, പക്ക കല്ലായത്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ മതി. അതായത് നിങ്ങളുടെ പേരെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇത് ഓരോരുത്തർക്കായിട്ട് അയച്ചു തരാം. ആർക്കാണ് ഭാഗ്യം, ആർക്കാണ് കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനത് നിങ്ങളുടെ പേരിൻ്റെ അകത്ത് എഴുതുമ്പോഴത്തേക്കും ഞാനത് എങ്ങനെയെങ്കിലും ഞാനത് ഒരു ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. വല്ല പേപ്പറിൽ എഴുതിയിട്ട് കുറുക്കി എടുക്കലോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇത് എങ്ങനെ തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഏറ്റവും കൂടിയത്, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കുറഞ്ഞ് അങ്ങനെ പോകും കേട്ടോ. പക്ഷേ എല്ലാം ഒരേ എനർജിയാണ്. പലർക്കും അവരുടെ ഇത് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം എങ്ങനെയെങ്കിലും. അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനിത് ഇത്രയും നിങ്ങൾക്ക് തരാം. പിന്നെ സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന ഇതും നിങ്ങൾക്ക് തരാം. സ്പെഷ്യൽ കമൻറ്റ് ഇടുന്ന, അതായത് വേറെ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെടുന്ന ഒരു കമൻറ്റ് അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾക്ക് തരും. സീരിയസ്ലി, ഞാൻ ഇട്ട് റീഡിങ് എടുത്ത ഈ മാസത്തെ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പേരാണ് ഇതിന് കമൻറ്റ് ഇടാനുള്ള നിങ്ങളുടെ പേരും, ഇതിന് കമൻറ്റ് ഇടാനുള്ള നിങ്ങളുടെ പേരും. അതല്ല,
എനിക്ക് അതിൻ്റെ അകത്ത് കൂടുതലും ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ പേര് ഇഷ്ടപ്പെടുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ എൻ്റെ മനസ്സിനെ കുളിർമയേകാൻ പറ്റിയ ഒരു സാധനം അതിൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം അഡ്രസ്സ് മാത്രം തന്നാൽ മതി, പൈസ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇതൊന്നും പൈസ വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അയച്ചു തരും. പിന്നെ ഇത് എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനം നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് മാറും. ഇത് ഞാൻ എനർജൈസ് ചെയ്ത് തരാം. ഓക്കെ, ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ഇതെല്ലാം ഓരോരോ ഇതാണ് കേട്ടോ. ഇതെല്ലാം ഏതിട്ടാലും കാണാൻ അടിപൊളിയാണ് സംഭവം, എല്ലാം ഗുഡ് സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഇത് ഭയങ്കര തണുപ്പാണിത്, സീരിയസ്ലി ഭയങ്കര തണുപ്പാണ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇതെന്തുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കയ്യിൽ എത്തിയതിന് ശേഷം നിങ്ങളിത് ഇട്ടിട്ട് നിങ്ങൾ 2 സെക്കൻഡ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഭയങ്കര തണുപ്പ്, സീരിയസ്ലി ഭയങ്കര തണുപ്പാണിത്. പക്ക കല്ലായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളിത് മേടിച്ചതിന് ശേഷം, മേടിക്കണ്ട, ഇങ്ങനെ ഇത് കിട്ടിയതിന് ശേഷം നിങ്ങളിത് എന്താണ് കമൻ്റ് ഇടുക, തണുപ്പില്ല, ഇത് ഉടായ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു തരാം. ഓക്കെ, സോ അടിപൊളി സാധനമാണ്, നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള സാധനമാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ഇത് 7 ചക്രയാണേ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.